പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കഥകളിലൂടെ യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള പ്രബോധനങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് ഉദയം എന്ന ഈ പേരിൽ ഒരു പരമ്പരയായി നമ്മൾ നടത്തുന്നത്. നമുക്ക് ഈ പഠനം, ഇന്നത്തെ പഠനം, ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചു കേട്ടുകൊണ്ട് ആരംഭിക്കാം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അവൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവനതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു. അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അതവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ധനവാൻ്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ആ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഒരു ഉപമയാണ് ഇവിടെ ഞാൻ വായിച്ചത്. പഴയ നിയമത്തിലും ധാരാളം ഉപമകളുണ്ട്. യേശു പഠിപ്പിച്ച ഉപമകളാണ് നമ്മുടെ മുഖ്യ വിഷയം ഈ പരമ്പരയിലെ. പക്ഷേ ഇന്ന് ഈ യേശുവിൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന ഈ ഭാഷാശൈലി, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. പഴയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകന്മാരെല്ലാം ഉദാഹരണങ്ങളോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഉദാഹരണങ്ങൾ കൊടുക്കുക. പക്ഷേ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു തീരുമാനമെടുക്കാനും ഒരു യാഥാർത്ഥ്യം വ്യക്തമാകാനുമൊക്കെ ഈ ഉപമകൾ, കഥകൾ സഹായിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ കടന്നുവരവ്, അത് വ്യക്തമാക്കുകയാണ് പ്രവാചകന്മാരെല്ലാം ചെയ്യുക. പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നത്, പ്രവചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാഖ്യാനിക്കുക, ദൈവത്തിൻ്റെ വചനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ്. വചനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വാഗൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമല്ല. ഓരോ സംഭവങ്ങളും വചനങ്ങളാവാം. ഓരോ ചെയ്തികളും പ്രവർത്തനങ്ങളും വചനങ്ങളാവാം. ഉപേക്ഷകൾ പോലും വചനങ്ങളാവാം. അപ്പോൾ ചരിത്രത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെ ദൈവം എപ്രകാരം സ്വയം വെളിപ്പെടുത്തുന്നു, ദൈവം എന്താവശ്യപ്പെടുന്നു, ദൈവത്തിൻ്റെ തീരുമാനം എന്താണ്, ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാചകന്മാർ വിശദീകരിച്ചു കൊടുക്കും. അത് വിശദീകരിച്ചു മനസ്സിലാകത്തക്ക രീതിയിൽ അവർ കഥകളിലൂടെ പറയും. ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സെമിറ്റിക് ഭാഷയുടെ പ്രത്യേകതയാണ് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന രീതിയിലുള്ള വാഗ്മയ ചിത്രങ്ങൾ, വാക്കുകളിലൂടെ ചിത്രങ്ങളായി അവതരിപ്പിക്കുക. ഇവിടെ ഒരു കഥ കേട്ടു. ഇതിനൊരു താമസം ഞാൻ പറയാം. ഇത് സാമുവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകത്തിൽ നാഥാൻ പ്രവാചകൻ പറഞ്ഞ ഒരു കഥയാണ്. ഇതിനു മുമ്പൊരു കഥയുണ്ട്, ഒരു മനോഹരമായൊരു കഥയാണ്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അബിമലെക്ക് തൻ്റെ 70 സഹോദരന്മാരെയും വധിച്ച് രാജാവായി. ഈ 70 സഹോദരന്മാരെയും വധിച്ച് രാജാവാകുമ്പോൾ അവരുടെ സഹോദരൻ ഒരുവൻ, അബിമലെക്ക് നമുക്കറിയാം വേശ്യാപുത്രനായിരുന്നു, ജെഫ്തായുടെ. അവരൊരാൾ മാത്രം രക്ഷപ്പെട്ടു, യോഥാം. ഈ രക്ഷപ്പെട്ട യോഥാം ഒരു മലയിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ വിളിച്ച് ഒരു കഥ പറയുകയാണ്. കേൾക്കുവിൻ. അകലെ നിന്നാണ് പറയുക. വനത്തിലെ മരങ്ങളെല്ലാം കൂടി ഒരിക്കലും തീരുമാനമെടുത്തു, ഞങ്ങൾക്കൊരു രാജാവുണ്ടാകണം. ആ രാജാവുണ്ടാകാൻ വേണ്ടി പോയി ലോലിവ് മരത്തോട് ആവശ്യപ്പെട്ടു, നീ ഞങ്ങളുടെ രാജാവായിരിക്കണം. ഒലിവ് പറഞ്ഞു, ഞാൻ രാജാവുകയോ? ദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന ഒലിവ്, ഈ എല്ലാവർക്കും ആവശ്യമായ ഒലിവ്, ആ എണ്ണ ഉപേക്ഷിച്ചിട്ട് ഞാൻ രാജാവാകാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഇതിന് തയ്യാറല്ല. അത്തിമരത്തോട് ചോദിച്ചു. അത്തിമരവും പറഞ്ഞു, എൻ്റെ ഈ ഫലം, മനോഹരമായ ഈ പഴം ഉപേക്ഷിച്ചിട്ട് രാജാവാകാൻ ഞാനില്ല.
മുന്തിരിയോട് പറഞ്ഞു. മുന്തിരിയും രാജാവാകാൻ തയ്യാറായില്ല. അവസാനം മുൾച്ചെടിയോട് അവരെന്ന് ചോദിച്ചു, ഓക്കെ, ഞാൻ നിങ്ങൾ രാജാവാകാം, പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അല്ലെങ്കിൽ മുൾച്ചെടിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് നിങ്ങളെ വിഴുങ്ങും. ഇതൊരു കഥയാണ്. ആ കഥ ചിന്തിച്ചതിന് ശേഷം പറയുകയാണ്, അബിമേലെക്കിനെ തിരഞ്ഞെടുത്തത് മുൾച്ചെടിയെ രാജാവാക്കിയതുപോലെയാണ് എന്ന്. ഇതിനുശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ തങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു സ്വഭാവം വിശദമാക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു യോദ്ധാം. കഥാരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തീരുമാനമെടുക്കാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നതാവും. പ്രവാചകന്മാരിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം കാണും നമ്മളിതുപോലെ. യേശയ്യായുടെ പുസ്തകം ആരംഭിക്കുന്നതിനെ, ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുതി അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, പക്ഷേ എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. കാളയ്ക്കും കഴുതയ്ക്കുമുള്ള വിവേകവും വിവരവും പോലും എൻ്റെ ജനങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശയ്യാ തൻ്റെ പ്രവചനം ആരംഭിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും മനോഹരമായൊരു കഥ പറയുന്നുണ്ട്. അവിടെ തിരഞ്ഞെടുത്ത മുന്തിരികൾ നട്ടുപിടിപ്പിച്ച ഒരു മുന്തിരിത്തോട്ടം. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി അവൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഗാനം ആലപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശയ്യാ ആരംഭിക്കുന്നത്. ഈ മുന്തിരിത്തോട്ടത്തിൽ വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ കല്ലെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷമാണ്. നന്നായി വളം കൊടുത്തു, വേലി കെട്ടി ഭദ്രമാക്കി, നല്ല മുന്തിരിക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ കായ്ച്ചതോ വിഷഫലം, കാട്ടുമുന്തിരി. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഈ മുന്തിരി എന്തേ കാട്ടുമുന്തിരി ഫലം പുറപ്പെടുവിക്കുന്നു? എന്തേ വിഷഫലമായി തീരുന്നു ഈ മുന്തിരിയുടേത്? ഇതൊരു ഉദാഹരണമാണ്. ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും പ്രവാചകൻ പറയുകയാണ്. ഉദാഹരണം സ്വഭാവം വ്യക്തമാക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മൾ പ്രവാചകന്മാരിൽ കാണും. എസെക്കിയേലാണ് ഏറ്റവും കൂടുതൽ കാണുക. എസെക്കിയേൽ പ്രവാചകൻ 16-ാമത്തെ അധ്യായം ദീർഘമായൊരു ഉപമയാണ്. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട, ജനിച്ച ഉടനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിൻ്റെ കഥ. അതിനോട് ആർക്കും കരുണ തോന്നിയില്ല. ജനിച്ചതാൾ നീ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടു, നിൻ്റെ ദേഹത്ത് ഉപ്പ് പുരട്ടിയില്ല, നിനക്ക് യാതൊന്നും തന്നില്ല, കുടിക്കാനും തന്നില്ല, നിൻ്റെ അമ്മയ്ക്ക് പോലും നിന്നോട് കരുണയില്ലായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് നിലവിളിച്ച് മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞ് നിന്നെ വഴിപോക്കനെ ഞാൻ കണ്ടു. ഞാൻ നിന്നെ എടുത്ത് കുളിപ്പിച്ചു, നിനക്ക് വസ്ത്രം നൽകി, ജീവിക്കുക എന്ന് പറഞ്ഞു, ആവശ്യമായതെല്ലാം നൽകി. പക്ഷേ ഇങ്ങനെ വളർന്നു വന്നു, നീ സുന്ദരിയായി, നിനക്ക് യൗവനയുക്തയായി, നിനക്ക് ആടയാഭരണങ്ങൾ ഞാൻ നൽകി. പക്ഷേ നീ അതെല്ലാം നിൻ്റെ ജാരന്മാർക്ക് കൊടുത്തു, മറ്റുള്ളവരുടെ പിന്നാലെ പോയി വേശ്യാവൃത്തിയിലേക്ക്. ഇങ്ങനെ കുഞ്ഞായിരുന്നവളെ വളർത്തിയെടുത്തുകൊണ്ട് പ്രായപൂർത്തിയായപ്പോൾ വേശ്യാവൃത്തിയിലേക്ക് പോകുന്ന ഈ സ്ത്രീ ആരാണ്? എസെക്കിയേൽ പറയും ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സ്വഭാവത്തെ വിശദമാക്കാനായിട്ട് ആർക്കും മനസ്സിലാവുന്ന കഥയാണ് ഉപയോഗിക്കുക. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. എസെക്കിയേലിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു മുന്തിരിച്ചെടിയുടെയും 2 കഴുകന്മാരുടെയും കഥയാണ്. ഇസ്രായേൽ ജനം ബാബിലോണിനോടും ഈജിപ്തിനോടും മാറി മാറി കൂറ് പ്രഖ്യാപിക്കുകയും അവസാനം 2 പേരാലും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കഥയാണ് എസെക്കിയേൽ 17-ാമത്തെ അധ്യായത്തിൽ എടുത്ത് കാണിക്കുക. 23-ാമത്തെ അധ്യായത്തിൽ 2 സഹോദരിമാരുടെ കഥ പറയുന്നുണ്ട്. ആ 2 സഹോദരിമാർ ഇസ്രായേലും യൂദായുമാണ്. ഇങ്ങനെ അനേകം കഥകളുടെ, ക്ലാവ് പിടിച്ച കലത്തിൻ്റെ കഥ, അല്ലെങ്കിൽ അസ്ഥികളുടെ താഴ്വര 37-ാമത്തെ അധ്യായം. ഇതും ഒരു ചരിത്ര സംഭവത്തെക്കാൾ കൂടുതൽ ഒരു ഉപമയിലൂടെ പറയുകയാണ്. അസ്ഥികൾ നിറഞ്ഞ താഴ്വര. മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? ദൈവം എന്നോട് ചോദിച്ചു. കർത്താവേ, അങ്ങേക്ക് മാത്രമേ അറിയൂ. അവസാനം ആത്മാവിനോട് വരാൻ പറയുന്നു. ആത്മാവ് അതിൻ്റെ മേൽ വരുന്നു, പ്രവേശിക്കുന്നു. അത് വരുന്നു, അതിന് അസ്ഥികൾ ഒരുമിച്ച് കൂടുന്നു. മജ്ജയും ഞരമ്പും മാംസവും അവസാനം തൊലിയും പൊതിയുന്നു. ജീവശ്വാസം കടന്നുവന്ന് ഒരു വലിയ സൈന്യം പോലെ എണീറ്റ് നിൽക്കുന്നു. വലിയൊരു ഉദാഹരണമാണ്. സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാരണത്തിൻ്റെ ഇസ്രായേൽക്കാർ ബാബിലോണിൽ നിന്ന് മടങ്ങി വരാൻ പോകുന്നതിൻ്റെ ഒരു ഉപമയിലൂടെയുള്ള ചിത്രീകരണമാണ് എസെക്കിയേൽ 37-ാം അധ്യായം. ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ അനേകം കഥകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സത്യം അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് വരാം. ദാവീദിനോട് നാഥാൻ പറഞ്ഞ കഥ. ദാവീദിനോട് നാഥാൻ ഈ കഥ പറയുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. അത് 11-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുമുണ്ട്. ബത്ശേബായുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ദാവീദ് രാജാവ് അത് തൻ്റെ ഉറ്റ സുഹൃത്തും തൻ്റെ സൈന്യാധിപനുമായ ഊറിയായുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവളെ പ്രാപിക്കുകയും അവളെ ഗർഭിണിയാക്കുകയും ചെയ്തു. താൻ ഗർഭിണിയായ എന്ന കാര്യം ബത്ശേബ ദൂതന്മാർ വഴിയെ ദാവീദിനെ അറിയിച്ചപ്പോൾ ദാവീദ് ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവായ ഊറിയായിൽ വെച്ച് കെട്ടാനായിട്ട് തീരുമാനിച്ചു. ഊറിയായെ അടിയന്തരമായിട്ട് പടക്കളത്തിൽ നിന്ന് വിളിച്ചു വരുത്തി അവനെ കുടിപ്പിച്ച് ഉന്മത്തനാക്കി വീട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞയച്ചു. പക്ഷേ അവൻ പോയില്ല. അവൻ രാജാവിൻ്റെ
സേവകരുടെ കൂടെ കിടന്നുറങ്ങി. കാരണം അങ്ങാടിപ്പാട്ടായിട്ടുണ്ടാവും. അരമന രഹസ്യം അങ്ങാടി പരസ്യമെന്നാണല്ലോ പറയുക. പലതവണ ബത്ശേബയുടെ വീട്ടിലേക്ക് പട്ടാളക്കാർ പോവുകയും ബത്ശേബ വരികയും പോവുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയോട് സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. രാജാവ് മാത്രമേ അറിയാത്തതുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന ഊറിയായിക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് തന്നെ ഇത്രകാലം പെട്ടെന്ന് പടക്കളത്തിൽ നിന്ന് വിളിച്ചു വരുത്തി വീട്ടിലേക്ക് അയക്കാനായിട്ട് ദാവീദ് തയ്യാറാകുന്നത്. അതുകൊണ്ട് പോയില്ല. പിറ്റേ ദിവസം കൂടുതൽ കുടിപ്പിച്ചിട്ടും അദ്ദേഹം പോകാൻ തയ്യാറായില്ല. ഇപ്പോൾ ദാവീദിൻ്റെ കാര്യം മനസ്സിലായി, സംഗതി പാളി. അതുകൊണ്ട് ഊറിയായുടെ കയ്യിൽ തന്നെ ഒരു കത്തെഴുതി യോവാബിനുള്ള കത്തുമായി ഊറിയായെ പടക്കളത്തിലേക്ക് പറഞ്ഞയച്ചു. കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: നാളെ റബ്ബായ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഊറിയായെ മുൻപന്തിയിൽ നിർത്തുക, ആക്രമണം ആരംഭിക്കുക, പട്ടാളം യുദ്ധത്തിന് നടുവിൽ തിരിച്ചു പോരണം, പിൻവലിക്കുക, ഊറിയ മരിക്കട്ടെ. ഊറിയായെ കൊല്ലാനുള്ള തീട്ടൂരമാണ് ഊറിയയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുന്നത്. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, സംഭവിച്ചു. ഊറിയ കൊല്ലപ്പെട്ടു. വിവരം ദാവീദിന് മനസ്സിലായി. ദാവീദിന് കത്തുമൂലം യോവാബ് കൊടുത്തയക്കുകയും ചെയ്തു. ഇതറിഞ്ഞതിന് ശേഷമാണ് ദാവീദ് ബത്ശേബയെ, അവളുടെ വിലാപസമയം കഴിഞ്ഞ് 40 ദിവസത്തിന് ശേഷം ബത്ശേബയെ ഭാര്യയായി സ്വീകരിച്ചു. ജനങ്ങൾ അറിഞ്ഞെങ്കിലും ആരും ഒന്നും പറയാൻ ധൈര്യമായിട്ടില്ല. രാജാവിനെതിരെ ആർക്കെന്തു പറയാൻ സാധിക്കും? രാജാവ് ചെയ്ത അതിക്രമങ്ങൾ പരസ്യമായെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറായില്ല, ഒരു മനുഷ്യൻ പോലും. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവം ഇടപെടുക. വലിയൊരു അതിക്രമം, വ്യഭിചാരവും അത് മറച്ചുവെക്കാനായി കൊലപാതകവും നടത്തിയൊരു സാഹചര്യത്തിൽ ജനങ്ങളെല്ലാം ഈ അക്രമത്തിന് മുമ്പിൽ, രാജാവിൻ്റെ അതിക്രമത്തിന് മുമ്പിൽ നിശബ്ദരായി ഭയചകിതരായിരുന്നപ്പോൾ ദാവീദിൻ്റെ അടുക്കിലേക്ക് ഒരു സന്ദേശവുമായി ദൈവമാണ് നാഥാനെ അയക്കുക. നാഥാൻ ചെന്ന് നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്, നീ ചെയ്ത് തെറ്റായിപ്പോയി എന്ന്. നാഥാൻ ഉപയോഗിച്ചൊരു മാർഗമാണ് ഉപമ. മനോഹരമായൊരു ഉപമയാണ് പറയുക. ദാവീദിന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ദാവീദ് രാജാവെന്ന രീതിയിൽ നീതി നടപ്പിലാക്കേണ്ട പരമാധികാരിയാണ്. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് പോലെ നീതിന്യായ നിർവഹണത്തിൻ്റെ പരമാധികാരം ദാവീദിനാണുള്ളത്. തൻ്റെ രാജ്യത്ത് അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അഥവാ ആരെങ്കിലും അതിക്രമം ചെയ്താൽ അതിനെ ശിക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദിന് മുമ്പിൽ നാഥാൻ ഈ കഥയുമായിട്ട് വരിക. കഥ നമ്മൾ കേട്ടു, വളരെ ലളിതമായൊരു കഥയാണ്. ഒരു ആടിൻ്റെ കഥയാണ്. ഒരു ധനവാനുണ്ടായിരുന്നു, അവൻ ആയിരക്കണക്കിന് ആടുകളുണ്ടായിരുന്നു. അവൻ്റെ അടുത്തൊരു പാവപ്പെട്ടവനുണ്ടായിരുന്ന ഒരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആടിനെക്കുറിച്ചുള്ള വിവരണവും ആ ആടിനോടുള്ള ഇവൻ്റെ സ്നേഹവും എല്ലാം വളരെ മനോഹരമായി ചമത്കാരപൂർവ്വം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് അറിയാതെ തന്നെ ഈ കഥയുടെ ഭാഗമായി മാറി. കഥയിൽ ഉൾച്ചേർന്നു. എങ്ങോട്ടാണ് ഈ കഥ തന്നെ നയിക്കുന്നവൻ മനസ്സിലായില്ല. ദാവീദിൻ്റെ മുമ്പിൽ ഒരു അനീതിയുടെ ചിത്രമാണ് നാഥാൻ വരച്ചു കാട്ടുന്നത് ദാവീദ് മനസ്സിലായി. ഒരു ന്യായാധിപൻ എന്ന നിലയിൽ താൻ വിധി പ്രസ്താവിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ദാവീദിന് മനസ്സിലായി. നാഥാൻ ചോദിച്ചിട്ടല്ല ദാവീദ് വിധി പ്രസ്താവിക്കുന്നത്. നാഥാൻ്റെ കഥ അവസാനിക്കുന്ന മുമ്പ് തന്നെ ദാവീദ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ദാവീദ് ക്രുദ്ധനായി. അത് കേട്ടപ്പോൾ ദാവീദ് ക്രുദ്ധനായി. തീർച്ചയായും അതായിരുന്നു കഥയുടെ ഉദ്ദേശം. ക്രുദ്ധനായിട്ട് പറയുന്നതാണ്, ആ മനുഷ്യൻ മരിക്കണം. അതെന്തൊരു നിയമം? ഒരാടിനെ കൊന്നതിൻ്റെ പേര് ഒരാളെ കൊല്ലുകയോ അങ്ങനെയുണ്ടോ നിയമമുള്ളൂ? അതൊരിക്കലുമില്ല. പക്ഷേ കഥയുടെ ശക്തി, ആ കഥയിൽ ഇയാൾ ഉൾച്ചേർന്ന് ഉണ്ടായ വികാരങ്ങൾ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് അറിയാതെ തന്നെ നീതിപൂർവകമായ തീരുമാനമാണ് എടുക്കുന്നത് വിചാരിച്ചുകൊണ്ട് തന്നെ ദാവീദ് വിധി പറയുകയാണ്. പക്ഷേ ആ വിധി തനിക്കെതിരെയാണെന്ന് ദാവീദ് അപ്പോൾ മനസ്സിലാക്കിയില്ല. ആ മനുഷ്യൻ മരിക്കണം, അവൻ നിർദ്ദയം ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. 2 മടങ്ങ് കൊടുക്കാനേ നിയമമുള്ളൂ. പക്ഷേ നിയമം അനുശാസിക്കുന്നത് എത്രയോ മടങ്ങ് കൂട്ടിക്കൊടുക്കാനാണ് ആവശ്യപ്പെടുക. ഇതാണ് കഥയുടെ ഉദ്ദേശം. ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചാണ് തന്നെ കഥയെന്ന്. പക്ഷെ തീരുമാനമെടുത്തു കഴിയുമ്പോൾ അടുത്ത പടി വന്നു കഴിഞ്ഞു. അടുത്ത പടി ഇതാണ് പറയുക. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. തൻ്റെ മേലാണ് ദാവീദ് വിധി എഴുതിയതെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. ആ കഥയിലൂടെ ഒരു വലിയ യാഥാർത്ഥ്യം വ്യക്തമാക്കുകയായിരുന്നു. കഥ പറയുമ്പോൾ ശ്രദ്ധിക്കണം, കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരാൾ കഥ പറയുന്നത്? കഥ പറയുന്നത് വെറുതെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കുകയില്ല. എല്ലാവരും രസിച്ച് കൈയിടിച്ച് കഴിയുമ്പോഴാണ് അവസാനം എനിക്കെതിരായിട്ടായിരുന്നല്ലോ ഈ കഥ എന്ന് പറയുക. യേശുവിൻ്റെ ചില കഥകളുണ്ട് ഇതുപോലെ. പിന്നീട് നമ്മൾ കഥ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നതാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ യേശു പറഞ്ഞു. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത് വട്ടക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു പോയ കഥ. പാട്ടം പിരിക്കാൻ വന്ന ഒരാളെ കല്ലെറിഞ്ഞു, ഒരാളെ അവഹേളിച്ചു, മറ്റൊരാളെ കൊന്നു. അവസാനം യജമാനൻ, വീട്ടുടമസ്ഥൻ തൻ്റെ ഏക മകനെ അയക്കുകയാണ്.
പാട്ടം പിരിക്കാൻ. അവനെ കാണുമ്പോൾ പാട്ടക്കാർ പറയും, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതായിരിക്കും, വരുവിൻ നമുക്ക് ഇവനെ കൊല്ലാം. ഈ ഉടമസ്ഥൻ്റെ ഏക മകനെ ഈ പാട്ടക്കാർ പിടിച്ചു പുറത്തു കൊണ്ടുപോയി കൊന്നു. എന്നിട്ടൊരു ചോദ്യമാണ്, ഇതാണെങ്കിൽ ഉടമസ്ഥൻ വരുമ്പോൾ എന്തു ചെയ്യും? കഥയുടെ ഒഴുക്കിൽപ്പെട്ട അവർ അതിന് ന്യായമായ, ലോജിക്കലായിട്ടുള്ള, സ്വാഭാവികമായൊരു തീരുമാനം പറഞ്ഞു. അവന് തൻ്റെ ഇടമുണ്ടെങ്കിൽ വരും, ഈ പാട്ടക്കാരെ നിഷ്കരണം അവൻ കൊല്ലും, കൊന്നുകളയും. അപ്പോഴാണ് പറയുക യേശു, ഇപ്പം നിങ്ങൾ വായിച്ചിട്ടില്ലേ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി എന്ന്. തങ്ങൾക്കെതിരെയാണ് അവന് ഈ കഥ പറഞ്ഞത് മനസ്സിലാക്കിയ നേതാക്കന്മാർ അവനെ കൊല്ലാൻ ശ്രമിക്കുക. അപ്പോൾ കഥ പറയുന്നത് അത്ര പന്തിയായ കാര്യമാണെന്ന് ഓർക്കരുത്. കഥ രസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, കഥ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതാവും. എൻ്റെ തന്നെ അവസ്ഥയെക്കുറിച്ച് കഥാരൂപത്തിൽ പറയുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കാനായിട്ട് നിർബന്ധിതനാകും. അപ്പോൾ യേശുവിൻ്റെ കഥകൾക്കും ഇതുപോലെ ഒരു ചില സൂചനകളുണ്ട്. അപ്പം ഞാൻ പഴയത്തിൽ നിന്ന് ഈ കഥ എടുത്ത് പറയാനുള്ളൊരു കാരണം, കഥകളെന്ന് പറയുന്നത് രസിപ്പിക്കാനും ആശയം കൈമാറാനും വിശദീകരിക്കാനും മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല. കഥ ചിലപ്പോൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതാവും. അപ്പോൾ യേശുവിൻ്റെ കഥകളിൽ അധിക പങ്കും ഇങ്ങനെയാണ്. ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം, ദൈവരാജ്യം കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു തീരുമാനമെടുത്തേ മതിയാവും. ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് യേശു പറഞ്ഞ കഥകളിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തു വരാനായിട്ട് ശ്രമിക്കാം. പഴയ നിയമത്തിൽ ഈ പാരമ്പര്യമുണ്ടായിരുന്നു. യഹൂദ റബ്ബിമാരും കഥകളിലൂടെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ശൈലി യേശു സ്വീകരിക്കുന്നുണ്ട്. യേശുവിന് പറയാനുള്ള ചില പ്രധാന ആശയങ്ങളുണ്ട്, അത് കഥകളിലൂടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത തവണ യേശു പറഞ്ഞ കഥകളിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരാനായിട്ട് ശ്രമിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഉപമകളിലൂടെ ഇവിടെ ഉദയം ചെയ്യുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് അവിടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കഥകൾ മനസ്സിലാക്കാൻ, കേൾക്കാൻ രസമുണ്ട്, എളുപ്പമുണ്ട്. പക്ഷെ പലപ്പോഴും കഥയുടെ അന്തരാർത്ഥം ഞങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. കർത്താവേ, ഉപമകളിലൂടെ യേശു പഠിപ്പിച്ച അങ്ങയുടെ സ്നേഹം, ദൈവരാജ്യത്തിൻ്റെ എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറന്നു തരണമേ. ഉപമകളുടെ ഉള്ളറകളിലേക്ക് കടന്ന് അത് ഉൾക്കൊള്ളുന്ന സത്യവും അത് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളിയും മനസ്സിലാക്കാനും അതനുസരിച്ച് വിധേയത്വത്തോടുകൂടി, വിശ്വസ്തയോടെ, വിനയത്തോടെ, വിശ്വാസത്തോടെ മറുപടി നൽകാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.